ഹലോ ഗൈസ്. അപ്പം ആരൊക്കെയാണ് നമ്മുടെ അനിമോളും തമ്മിൽ ക്രഷ് ഉണ്ട് എന്ന് ആര്യൻ ആദ്യം മുതലേ പറയുന്നു. അനിമോൾക്ക് അസൂയയാണ്. ഞാൻ ജിസേലിനോട് കൂട്ടുകൂടിയത് കൊണ്ടാണ് ഇത്രമാത്രം ഭയങ്കര വൃത്തികേട് ജിസേലിനെയും എന്നെയും ചേർത്ത് പറഞ്ഞത്. പുതപ്പിനടിയിൽ രണ്ടുപേരും കൂടി ഉമ്മ വെച്ചു അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു എന്ന് അനിമോൾ പറഞ്ഞത്. അനിമോൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രഷ് ഞാൻ മുൻകൈ എടുത്തില്ല, ഞാൻ അതിനെ ശ്രദ്ധിച്ചില്ല. മുൻകൈ എടുക്കാഞ്ഞത് കൊണ്ട് അനിമോൾക്കുണ്ടായ കുശുമ്പാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അനിമോൾ എന്താണ് പറഞ്ഞത്? അയ്യേ, 23 വയസ്സുള്ള ചെറിയ പയ്യൻ, 23 വയസ്സുള്ള പാൽക്കുപ്പി, ഇവനെ ആര് ക്രഷ് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. ഇന്ന് ആര്യൻ വന്നപ്പോൾ അനിമോൾ പറയുകയാണ്, എനിക്ക് ആദ്യമായിട്ട് ക്രഷ് തോന്നിയ പയ്യനല്ലേ എന്ന്. ഇത് വെളുപ്പിക്കാനുള്ളവർ പറയുന്നുണ്ട്, അയ്യോ ആര്യൻ ക്രഷ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് തിരിച്ചിട്ട് കൊട്ടിയെന്ന്. ആര്യൻ ക്രഷ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വെച്ച് തിരിച്ചിട്ട് കൊട്ടാതെ ആര്യൻ അതേ ആൾക്കാരല്ലേ ഇവിടെ നിൽക്കുന്നത്, അല്ലാണ്ട് അനിമോൾ പുറത്തു പോയി ഇറങ്ങിപ്പോയി ഇതൊന്നും കണ്ടില്ലല്ലോ. അപ്പം നമ്മുടെ ടോം ആൻഡ് ജെറി കളി ഭയങ്കര കോംബോ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പുറത്ത് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ടോം ആൻഡ് ജെറി കോംബോ എന്ന് ആര്യൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ അനിമോൾ പറഞ്ഞ, എനിക്ക് ആദ്യം ക്രഷ് തോന്നിയ ചെറിയ പയ്യനല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ നാണമില്ല ഈ സ്ത്രീക്ക് അല്ലേ? കാണുന്ന ആണുങ്ങളോടെല്ലാം ക്രഷും ലവും പ്രേമ നാടകമൊക്കെ കളിക്കാനായിട്ട്. എന്നാലും ഇവരെയൊക്കെ വെളുപ്പിക്കാൻ ആൾക്കാർ വെളുപ്പിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ചില ആൾക്കാർ വീഡിയോസ് ഇട്ടേക്കുന്നത്. പ്രൊമോ കണ്ടിട്ടാണ്, ഞാൻ ഈ പ്രൊമോ കണ്ടിട്ട് വീഡിയോ ഇടണ്ട, ലൈവ് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പ്രൊമോ കണ്ടിട്ട് വീഡിയോ ഇട്ടേക്കുന്നത്. ആര്യന് തിരിച്ച് ക്രഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് തിരിച്ചു കൊടുത്തു എന്ന്. എന്നാലും അപാര വെളുപ്പീരാണ് കേട്ടോ ഈ സ്ത്രീയെ. ഇവരിനി കപ്പ് നേടിയാലും PR-ൻ്റെ ബലം കൊണ്ട് മാത്രം ഒന്നേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിക്കും. അല്ലാണ്ട് ഒരു സെലിബ്രിറ്റിക്ക് കപ്പ് നേടാൻ വേണ്ടി എല്ലാ സെലിബ്രിറ്റികളോട് ഇറങ്ങി സകല 15 ലക്ഷം രൂപയുടെ PR വർക്കും പിന്നെന്താ വേണം? എന്തിനാണ് ഈ റിയാലിറ്റി ഷോ നടത്തുന്നത്? ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളല്ലാതെ PR ടീമിനെ വെച്ച് 15 ലക്ഷം രൂപയും കൊടുത്ത് നടത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഹോട്ട്സ്റ്റാറിൽ ഇത്രയും പൈസയും 3 മാസം ചാർജ് ചെയ്തിട്ട് നമ്മളൊക്കെ ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ ജനങ്ങൾ ഇത്രമാത്രം ഫേക്കായിട്ടുള്ളൊരു ലേഡി ചുമ്മാ ഒരു കാര്യമില്ലാതെ കരയുന്ന, ഇത് ആട് കരയുന്ന കണക്കുള്ള ചിരിയും, എന്തൊരു അഭിനയമാണ്. എന്നിട്ട് ലക്ഷ്മി വന്നിരുന്ന് പറയുന്നത് എല്ലാം ഗെയിമായിട്ട് കണ്ടാൽ മതി. ഇത് ഗെയിം മാത്രമല്ല, റിയാലിറ്റി ഷോയാണ്. മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഇവിടെ ഉണ്ട്. ഇതുവരെയുള്ള ബിഗ് ബോസിന് അങ്ങനെ തന്നെ ആയിരുന്നു. അവനവൻ്റെ മനുഷ്യൻ എന്താണ്, അവരുടെ ജെനുവിനായിട്ടുള്ള ക്യാരക്ടറും കൂടി എക്സ്പോസ്ഡ് ആവുകയാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും. അല്ലാണ്ട് ഇത് അഭിനയിച്ച് നിൽക്കണം മാത്രം സ്ഥലമല്ല. അഭിനയിച്ച് നിൽക്കുന്ന ഫേക്ക് ലേഡീസിനെയൊക്കെ വോട്ട് കൊടുക്കുന്ന ആൾക്കാർ അന്തം ഫാൻസ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് വെറും അന്തമാണ്, അന്തം ഫാൻസ്. അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട്, അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും, 15 ലക്ഷം രൂപയുടെ PR-ന് കൊടുക്കാൻ കാശുണ്ടായതുകൊണ്ടും ഒരുപാട് വർക്കൗട്ട് നടക്കുന്നു. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിന് ഗുണമാണല്ലോ. ഇവരൊരു സെലിബ്രിറ്റി അല്ലേ, നാളെയും ഇവരെന്തെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിച്ചാലും ഇവർക്ക് റീച്ച് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ റീച്ച് ആവും, അനിമോളെന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കും ഇവരെ എടുത്ത് പൊക്കി വെക്കുന്നത്. എന്തുവാന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബേഴ്സ് എന്തൊരു വെളുപ്പീരാണ്. 23 വയസ്സുള്ള പ്രശ്നം. അവൻ പാൽക്കുപ്പി അവനോട് ക്രഷ് എന്ന് ചോദിച്ച ആളിപ്പോൾ പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് ക്രഷ് തോന്നിയ പയ്യനല്ലേ എന്ന്. നാണമില്ലേ? ആര്യനോട് തോന്നി, അഭിലാഷിനോട് തോന്നി, പ്രവീണിനോട് തോന്നി, അവസാനം അനീഷേട്ടനോടും തോന്നി. ഇതെന്തുവാണ്? സകലമാന ആണുങ്ങളെയും ഇങ്ങനെ എന്താ പറയുക, പ്രേമ നാടകവും പ്രേമിക്കാൻ നടക്കുന്നൊരു സ്ത്രീ. ഇവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായിൽ വരുന്നത് വേറെ. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന മോശമായ വാക്ക് പ്രയോഗിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാലും മഹാവൃത്തികേട്. കാരണം സ്ത്രീകൾക്ക് തന്നെ നാണക്കേടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോഴേ. 30-31 വയസ്സായ ഒരു സ്ത്രീ 23 വയസ്സായ ഒരു പയ്യനെ ആദ്യമായിട്ട്, കാരണം ആണുങ്ങളെ കണ്ടിട്ടേ ഇല്ലാത്ത കണക്കാണ്. ഇവിടെ 2 ഫെയിലുറായി, ഒരു എക്സും പോയി, അത് കഴിഞ്ഞ് ഈ ജീവൻ ഗോപാലോട്ട് ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞത്. അതും കഴിഞ്ഞിട്ട് 23 വയസ്സുള്ള പയ്യനെ കണ്ടപ്പോഴത്തേക്ക് ക്രഷ് തോന്നിയെന്ന്. എൻ്റെ ദൈവമേ, സമ്മതിച്ചു.